പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്നാണല്ലോ നമ്മുടെ ഐതിഹ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ പരശുരാമൻ്റെ ഒരു ചിത്രം വെച്ച് പൂമാലയൊക്കെ ഇട്ട് അവിടെ പുഷ്പാർച്ചനയും നടത്തി വിളക്കം കത്തിച്ച് ഒഫീഷ്യൽ പരിപാടി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യൽ റെക്കഗ്നേഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഈ ഒഫീഷ്യൽ ചടങ്ങുകളിൽ, ഔദ്യോഗിക ചടങ്ങുകളിൽ പാടില്ല എന്നുള്ളതാണ്. ബാക്കി ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് റൂമിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിലോ ഒക്കെ ഇത് വെച്ച് എന്ത് വേണേൽ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഔദ്യോഗിക ചടങ്ങിൽ, കാരണം ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരു സങ്കല്പമാണിത്. ഭാരത് മാതാ വിവാദം കേരളത്തിൽ വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ തരത്തിലുള്ളൊരു ഭാരത മാതാവിനെ ഭരണഘടനാപരമായി അംഗീകരിച്ചതാണോ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി ചോദ്യമായി വരുന്നത്. ഇതിൽ നമ്മളുമായി ഇപ്പോൾ സംസാരിക്കുന്നത്, മീഡിയ വണ്ണിൻ്റെ വെബുമായി സംസാരിക്കുന്നത് ഭരണഘടനാ വിദഗ്ധനും ലോക്സഭാ സെക്രട്ടറി ജനറലുമായ PDT ആചാര്യാണ്. ആചാര്യ സാർ നമസ്കാരം. സാർ തന്നെ എപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ ഭാരത മാതാവിനെ കുറിച്ച് പറയുന്നത്. അതിലൊരു വരി ഇങ്ങനെയാണ്: ചിലപ്പോൾ ഞാൻ ഒരു സമ്മേളനത്തിൽ എത്തുമ്പോഴേക്കും സ്വാഗതവാക്യത്തിൻ്റെ ഒരു മഹാരവം എന്നെ അഭിവാദ്യം ചെയ്യും. നെഹ്റു പറയുന്നതാണ്. ഭാരത് മാതാ കി ജയ് എന്ന ജയഘോഷത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ നനച്ചിരിക്കാത്ത ഒരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കും. അവർ വിജയം നേടുന്ന ഈ ഭാരത് മാതാവ് ആരാണ്? എൻ്റെ ചോദ്യം അവർ രസിപ്പിക്കും, അമ്പരപ്പിക്കും. പക്ഷെ പല തരത്തിലുള്ള ഉത്തരങ്ങൾ അവർ പറയും. ഏറ്റവും ഒടുവിൽ അതെന്താണ് എന്നുള്ളൊരു കാര്യം നെഹ്റു തന്നെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെ. പക്ഷേ എല്ലാത്തിലും ഏറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ്. അവരെയും എന്നെപ്പോലുള്ള ആളുകൾ, അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരത മാതാവ്. അവരുടെ ജയമെന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയമെന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരത മാതാവിൻ്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരത മാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം അവരുടെ തലച്ചോറിൽ കിനിഞ്ഞ് ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാൽ എന്ന പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രി, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഈ ഭാരത മാതാവ് എന്താണ് എന്ന രീതിയിലല്ല ഇപ്പോൾ ഗവർണർ കാണുന്നത്. ഗവർണറുടെ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു കാവിക്കൊടിയും പിടിച്ച് ഒരു സിംഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഭാരത മാതാവാണ്. ഇതൊരു അംഗീകൃതമായ ഒരു ഭാരത മാതാവാണോ? തീർച്ചയായിട്ടും അല്ല. ഭാരത മാതാവ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ഉരുത്തിരിഞ്ഞു വന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ, ആനന്ദമഠം എന്നുള്ള നോവലിലാണ് വന്ദേ മാതരം എന്നുള്ള ആ പാട്ട്. അതിൽ മാതരം എന്ന് പറഞ്ഞാൽ മാതാവ്. അപ്പം ഭാരതത്തിൻ്റെ ഒരു മാതാവായിട്ട് സങ്കല്പിക്കുന്ന ആ ഒരു സങ്കല്പം മുമ്പോട്ട് വെച്ചത് ബങ്കിം ചന്ദ്രനാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി, അവരുടെ ഈ മുദ്രാവാക്യങ്ങളുടെ ഒരു ഭാഗമായി ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നാണ്. അതാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഭാരത മാതാവ്? ആരും തന്നെ അന്ന് ഭാരതത്തിനെ ഒരു മാതാവ്, ഒരു സ്ത്രീ വേഷത്തിലിങ്ങനെ നിന്ന് സാരിയൊക്കെ ഉടുത്ത് നിന്ന് ഒരു ശൂലമൊക്കെ പിടിച്ചിരിക്കുന്ന അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും ആയിരുന്നില്ല. അത് ഇപ്പോൾ ഈ പല രാജ്യങ്ങളും മാതൃരാജ്യം എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലുള്ളൊരു സങ്കല്പമാണ് മദർ എന്ന് പറയുന്ന. അത് നെഹ്റു ആ ഒരു ചോദ്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു. എന്താണ് ഭാരത മാത? നിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നു, പക്ഷെ എന്താണ്? ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈ ഭാരത മാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നെഹ്റു ഒരു അഗ്നോസ്റ്റിക് ആയിരുന്നല്ലോ. ഈ മാതിരി കാര്യങ്ങളൊന്നും, ദൈവികമായ സങ്കല്പങ്ങളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അപ്പം നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മറ്റൊരു ധാരയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരൊക്കെ ഒരു ഹിന്ദു നാഷണലിസം എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർ ഇതിനെ കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈന്ദവ ദേവീദേവന്മാരുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്തോ ആണ്, ആ രീതിയിലാണ് അവരുടെ ഒരു മനസ്സിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പം ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും ആ രീതിയിലല്ല അത് ഡെവലപ്പ് ചെയ്തത്. ഗാന്ധി സ്വാതന്ത്ര്യ സമരം ഏറ്റെടുത്തതിന് ശേഷം മറ്റൊരു പാതയിലേക്കാണല്ലോ ഇത് പോയത്. അല്ലെങ്കിൽ ഒരു ഹിന്ദു നാഷണലിസം എന്നുള്ള ആ ഒരു സ്ട്രീമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു നാഷണലിസം എന്നുള്ള അതിലേക്കാണ് ഇത് നീങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായിട്ട് അങ്ങനെ നിന്നു. അതാണ് അത് തികച്ചും സെക്യുലറായ ഒരു സങ്കല്പം. നമ്മുടെ
അപമാനിക്കാൻ പാടില്ലാത്ത ത്രിവർണ്ണ പതാക, ഭാരതത്തിന്റെ ചിഹ്നം, ഇതൊക്കെ പറയുമ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും ഈ ഭാരത മാതാവ് ഏതെങ്കിലും കാലഘട്ടത്തിൽ, അതായത് ഭരണഘടനാ നിർമ്മാണത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതിനെക്കുറിച്ചൊരു പരാമർശമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത് പിന്നെ തന്നെയല്ല, ഇപ്പോൾ ത്രിവർണ്ണ പതാക നമ്മുടെ ഭരണഘടന ഈ മാതിരിയുള്ള കാര്യങ്ങളെ ഇത് ഇൻസൾട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ഒരു നിയമം തന്നെയുണ്ട്. ആ നിയമത്തിൽ അതിന് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് അതിന് ഇൻസൾട്ട് ചെയ്യുന്നാൽ. ആ ഗണത്തിലൊന്നും ഇത് പെടുന്നില്ല. ഭാരതമാതാവ് അതിൽ പെടുന്നില്ല. ഭാരതമാതാവ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സ്ലോഗനാണ്. ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ. അത് ഇപ്പോൾ CPM-ന്റെ പല സമ്മേളനങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ ബലികുടീരങ്ങൾ, അവരുടെ ചുവപ്പ്, അത് അവരുടെ ഒരു പാർട്ടിയുടെ ഒരു ഭാഗമായിട്ട് അതുപോലെ മാത്രം ഈ RSS-ന്റെ പല പരിപാടികളിലാണ് നമ്മൾ ചിത്രങ്ങളിൽ പലപ്പോഴും ഈ ഭാരത് മാതാവിന്റെ കണ്ടിരിക്കുന്നത്. ഇതിനെ രാജ്ഭവനിലെ കൊണ്ടുവരികയും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ വേണമെങ്കിൽ ഡൈനിങ് റൂമിൽ വെക്കാം. പക്ഷേ ചടങ്ങിൽ വെക്കുമ്പോഴല്ലേ അതൊരു പ്രശ്നം? അതെ, പൂജാമുറി വെക്കാം. അപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തിനെ അഭിസംബോധന ചെയ്യുന്നു ഈ ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ അത് പ്രസംഗം തീരുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ജയ് ഹിന്ദ് എന്നാണ്, അല്ല ഭാരത് മാതാ കി ജയ് എന്നല്ല പറയുന്നത്, ജയ് ഹിന്ദ്. എല്ലാ പ്രധാനമന്ത്രിമാരും അങ്ങനെയാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പം അത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സംബോധനയാണ്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹിന്ദു രാജ്യം, ഹിന്ദെന്ന് പറഞ്ഞാൽ ഇന്ത്യ ജയിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ജയ് ഹിന്ദ് എന്ന് പറയുന്നു. അല്ലാതെ അവിടെ ഭാരത് മാത എന്നുള്ള ആ സങ്കല്പം വരുന്നില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ളത് ഹിന്ദാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ജയ് ഹിന്ദ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ പോലും ഭാരത് മാതാവ് വരുന്നില്ല. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഗവർണർ ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു പൊളിറ്റിക്കൽ ടൂള് ഉപയോഗിച്ച് ഒഫീഷ്യൽ പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്യും. അതെ, അത് ശരിയല്ല. അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അത് ഭരണഘടനയും നിയമങ്ങളും അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ ഗവർണർക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫംഗ്ഷനായാലും അല്ലെങ്കിൽ അതുപോലുള്ള അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളായാലും അതെല്ലാം ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് വേണം ചെയ്യാൻ. ഇത് അങ്ങനെയുള്ളൊരു സങ്കല്പമല്ല. തന്നെയുമല്ല, ഇതൊരു പ്രത്യേക സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രീകരണമാണിത്. ഇതിനെ ആരും ഇങ്ങനെ ഈ രീതിയിലൊന്നും രാജ്യം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണമല്ല ഇത് ഭാരതമാതാവ് എന്ന് പറയുന്നത്. ഭാരതമാതാവ് സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതലേ ബങ്കിം ചന്ദ്രൻ്റെ കാലം മുതലേ അതുള്ളതാണ്. അത് നാഷണൽ സ്ട്രഗിൾ, അതായത് ദേശീയ സ്വാതന്ത്ര്യ സമരം അത് ഏറ്റെടുക്കുകയും അതൊരു സ്ലോഗനായിട്ട്, വളരെ ശക്തിയുള്ളൊരു സ്ലോഗനായിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. സാർ നേരത്തെ ഉദ്ധരിച്ചപ്പോൾ ഒരു രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഇത് ഇങ്ങനെ ഈ ഭാരതമാതാ ഇല്ലാത്തൊരു ഭാരതമാതാവിനെ ചിത്രമാക്കി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഈ ഐതിഹ്യങ്ങൾ പലതുണ്ട്. ഇപ്പോൾ പരശുരാമനെ കൂടി വെച്ചാൽ എന്ത് പറയുമെന്നാണ് പറയുന്നത്? അതെ, ഞാനത് പറഞ്ഞു ഇന്നലെ, ഞാനത് ചാനലുകളിൽ അത് പറഞ്ഞു. കാരണം പരശുരാമൻ കേരളം സൃഷ്ടിച്ചു എന്നാണല്ലോ നമ്മുടെ ഐതിഹ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ പരശുരാമൻ്റെ ഒരു ചിത്രം വെച്ച് പൂമാലയൊക്കെ ഇട്ട് അവിടെ പുഷ്പാർച്ചനയും നടത്തി വിളക്കം കത്തിച്ച് ഒഫീഷ്യൽ പരിപാടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഈ ഒഫീഷ്യൽ ചടങ്ങുകളിൽ, ഔദ്യോഗിക ചടങ്ങുകളിൽ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ സാർ, അവസാനമായി ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ തമിഴ്നാട് ഗവർണർക്കെതിരെ വളരെ ശക്തമായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. പക്ഷേ നിയമത്തിൽ പലപ്പോഴും ഈ ഗവർണർമാരെ തിരുത്താനുള്ള ഒരു വ്യവസ്ഥ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. അപ്പൊ ഈ തരത്തിലുള്ള അദ്ദേഹം ഭാരതമാതാവിന്റെ ചിത്രവുമായിട്ട് മുന്നോട്ട് പോകും, ഒഫീഷ്യൽ പരിപാടിയിൽ വെക്കും, മന്ത്രിമാർ അതിനകത്ത് സഹകരിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പല ചടങ്ങുകളും ഇല്ലാതായി പോവുകയല്ലേ ചെയ്യുന്നത്. അത് എന്ത് ചെയ്യും? ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ ഒരു ഭരണഘടനാ വിദഗ്ധൻ എന്ന രീതിയിൽ തന്നെ അങ്ങയുടെ എന്തെങ്കിലും ഒരു അത് ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. സംസാരിച്ചിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ്. അത് ഭരണഘടനാ വിദഗ്ധന്മാരെ കൂടെ ഉൾപ്പെടുത്തി ഗവർണറോട് അത് സംസാരിച്ച്, അതായത് ഇത് ഔദ്യോഗികമായ ഒരു സംഗതി ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വയ്ക്കാൻ പാടില്ല. ബാക്കി ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ് റൂമിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിലോ ഒക്കെ ഇത് വെച്ച് എന്ത് വേണേൽ ചെയ്യാം, എന്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഔദ്യോഗിക ചടങ്ങിൽ, കാരണം ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരു സങ്കല്പമാണിത്. ഇപ്പോൾ നാഷണൽ ഫ്ലാഗ് മാതിരി, കോൺസ്റ്റിറ്റ്യൂഷൻ മാതിരി അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി നിയമങ്ങളുണ്ട്. അതിലൊന്നും പെടാത്ത ഒരു സങ്കല്പമാണിത്. അതും ഈ രീതിയിൽ ഒരു കാവിക്കൊടിയൊക്കെ വെച്ച് ഒരു ശൂലമൊക്കെ പിടിപ്പിച്ച് ഒരു സിംഹത്തിനൊക്കെ നിർത്തിയിരിക്കുന്ന ആ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ തികച്ചും അതൊരു സെക്ടേറിയൻ സങ്കല്പമാണ്. അതൊരു പ്രത്യേക സംഘടനയുടെ അല്ലെങ്കിൽ പ്രത്യേക ഒരു പാർട്ടിയുടെ ഒരു ചിഹ്നമായിട്ടാണ് അത് നിൽക്കുന്നത്. അത് നാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല എന്ന് ഗവർണറോട് വ്യക്തമായിട്ട് പറയാവുന്നതാണ്.
ഏതായാലും എന്താണ് നിയമപരമായി ഇതിനുള്ളൊരു പോംവഴി എന്നുള്ളൊരു കാര്യം PDT ആചാരി ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗവർണർ തന്നെയാണ് ഇതിനെ തിരുത്തേണ്ടത്. കാര്യം ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഭാരത് മാതാവിൻ്റെ ചിത്രം ഒഴിവാക്കണം. മാത്രമല്ല അംഗീകരിക്കപ്പെട്ട ചിത്രങ്ങളാണ് ഇതിന് വെക്കേണ്ടത്. അല്ലാത്ത തരത്തിൽ ഈ തരത്തിലുള്ള ഈ പ്രതിസന്ധിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.